Hello my dear students, today we are going to a new topic. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 3 ആണ് അല്ലേ. യൂണിറ്റ് 3ലെ മാൻ ആൻഡ് മീഡിയ. മാൻ ആൻഡ് മീഡിയ എന്ന് പറയുമ്പോൾ എന്താണ് ആർക്കെങ്കിലും അറിയോ? മാൻ ആൻഡ് മീഡിയ എന്ന് പറയുമ്പോൾ മനുഷ്യനും മാധ്യമവും. ഓക്കെ, മനുഷ്യനും മാധ്യമവുമായിട്ടുള്ള ഒരു കണക്ഷനാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും പിക്ചർ നോക്കിയേ, ഒരു എർത്ത് കാണിച്ചിട്ടുണ്ട് അല്ലേ. എർത്തിന്റെ മുകളിൽ ഒരു പ്ലാന്റ് ഉണ്ട് അല്ലേ, ഒരു മരം നിൽക്കുന്നത് കാണാം, എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടല്ലോ. അതിൽ എന്തൊക്കെയാണുള്ളത്? വൈഫൈ ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയാസ് കാണിക്കുന്നുണ്ട് അല്ലേ. സോഷ്യൽ മീഡിയാസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, മെയിൽ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഒരു ടവറും കാണിക്കുന്നുണ്ട്. അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഒരു പുതിയ ചാപ്റ്റർ ആണ്, പുതിയ യൂണിറ്റ് ആണ്, യൂണിറ്റ് 3ലെ മാൻ ആൻഡ് മീഡിയ. ടുഡേ വി ആർ ഗോയിങ് ടു എ ന്യൂ ടോപ്പിക്, മാൻ ആൻഡ് മീഡിയ. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. Let us begin. Look at the picture shown below. താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചർ നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാകും അല്ലേ. വാട്ട് ഡു ദീസ് പിക്ചേഴ്സ് ടെൽ us about? ഈ പിക്ചർ നിങ്ങൾക്ക് എന്താണ് പറഞ്ഞു തരുന്നത്? നമ്മൾ മെസ്സേജ് അയക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളിലെ നോർമൽ ആയിട്ട് അതിലൊരു ടെലിഫോൺ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പോസ്റ്റ്മാൻ ഒക്കെ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെ ഘട്ടങ്ങളിലൂടെ പാസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോഴുള്ള ഇന്റർനെറ്റ് വയർലെസ് രീതിയിൽ എത്തിയിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. Do you remember stories in which birds and animals carried messages? നമ്മൾ പണ്ട് കാലത്തെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകാം, അതുപോലെ തന്നെ പണ്ട് കാലത്തെ ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ടും എങ്ങനെയാണ് അറേബ്യൻ കഥകളിലൊക്കെ നമുക്കറിയാം, അവർക്കൊരു ഇൻഫർമേഷൻ അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ പണ്ട് കാലത്തെ ആളുകൾ ഡോവ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രാവിന്റെ കാലില് ലെറ്റർ കെട്ടിയിട്ടിട്ട് അതിനെ പറത്തി അയക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ പണ്ട് കാലത്തെ ന്യൂസ് ഒക്കെ ടി വിയിൽ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, അങ്ങനെയൊക്കെയുള്ള ഓരോ സിറ്റുവേഷൻസ്. ഓക്കെ, ഹൗ ആർ മെസ്സേജസ് കൺവേ നൗഡേയ്സ്? എന്നാ ഇപ്പോ എങ്ങനെയാണ് മെസ്സേജസ് ഒക്കെ കൺവേ ചെയ്യുന്നത്? കൺവേയിങ് ദ മെസ്സേജസ് ഇലക്ട്രോണിക്കലി. നിങ്ങൾക്കൊരു ഫ്രണ്ടിന് ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയക്കൂലേ, പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മളെ ഫ്രണ്ടിന് അത് ലഭിക്കുകയും ചെയ്യും. പക്ഷേ പണ്ട് കാലത്ത് ഒരു ലെറ്റർ എഴുതി അയച്ചാൽ അതിനുള്ള റീപ്ലൈ ഒരുപാട് മാസങ്ങൾ താണ്ടിയിട്ടാണ് നമുക്കത് റീപ്ലൈ കിട്ടുക. പക്ഷെ അന്നത്തെ കാലവും ഇന്നത്തെ കാലം തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അത്തരം ഒരു റൈറ്റപ്പ് ആണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. Here is a passage that shows the evolution of messages. ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്, അതിൽ ഈ മെസ്സേജിന്റെ ഇവല്യൂഷനെ പറ്റി പറയുന്നുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. The story of messages. Nowadays, when we want to communicate, we either email a person or send an SMS. Everything happens by the clicking of a mouse or the pressing of a few buttons. It was not so in the near past. Most people wrote letters, put them in an envelope, got them stamped, dropped them in a post box, and waited patiently to hear from the other person. Nowadays, when we want to communicate, we either email a person or send an SMS. ഇപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആശയവിനിമയം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ഒരു മെയിൽ അയച്ചാൽ മതി, അതുപോലെ തന്നെ നമുക്കൊരു SMS അയച്ചാലും മതി. SMS എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് മെസ്സേജ് സർവീസ് എന്നാണ് SMS പറയുന്നത്. It happens by the clicking of a mouse or the pressing of a few buttons. It was not so in the near past. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും ഇന്നത്തെ സിറ്റുവേഷനിലേ. അതുപോലെ തന്നെ നമുക്ക് മൗസ് കൊണ്ട് എന്ത് ബട്ടൺസിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാനും നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. പക്ഷേ ഇപ്പോൾ അടുത്ത കാലം, കുറച്ച് കാലം മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലേ. ഇപ്പോഴത്തെ സിറ്റുവേഷനിലാണ് ഇങ്ങനെ, പക്ഷെ പണ്ട് കാലത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. People wrote letters, put them in an envelope, got them stamped, dropped them in a post box, and waited patiently to hear from the other person.
നമ്മൾ ഒരുവിധ എല്ലാവരും ലെറ്റേഴ്സ് അയച്ചിരുന്നില്ലേ പണ്ട് കാലത്ത്. അത് എൻവലപ്പ് ചെയ്തിരുന്നു, അതുപോലെ തന്നെ സ്റ്റാമ്പ് നമ്മൾ എന്ത് ചെയ്തിരുന്നു, അതിൽ പേസ്റ്റ് ചെയ്തിരുന്നു. എന്നിട്ട് അത് എന്ത് ചെയ്യും, നമ്മൾ പോസ്റ്റ് ബോക്സിൽ കൊണ്ടിട്ടിരുന്നു. പിന്നെ എന്തിനാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക, നമ്മൾ ആർക്കാണോ ലെറ്റർ അയച്ചത് അവരെ കയ്യിൽ നിന്ന് തിരികെ ഒരു ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ റീപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, എന്താണ് ആ ലെറ്റർ കിട്ടുക എന്ന് നമ്മൾ ഓർത്ത് ഇങ്ങനെ ഇരിക്കില്ലേ. പോസ്റ്റ്മാൻ വരുന്നതും പോകുന്നതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാലം കുറച്ച് കാലം മുന്നേ നമുക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷൻ അല്ല, പണ്ട് കാലത്ത് നമ്മൾ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. Way back in the 1815s, letters went on horseback from the east to the west of America. One freight company decided to speed things up of hiring 80 men to take the mail to the west on horseback. In 1816, the Pony Express was formed. 1850 കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കത്തുകളൊക്കെ അയച്ചിരുന്നു. എങ്ങനെയാണ് കത്തുകളൊക്കെ നമ്മൾ വേറൊരാൾക്ക് സെൻഡ് ചെയ്തിരുന്നത്? പണ്ട് കാലത്തൊക്കെ കുതിരപ്പുറത്താണ് അല്ലേ. 1850 കുതിരപ്പുറത്തൊക്കെയാണ് ഇങ്ങനെ നമ്മൾ പാസ് ചെയ്തിരുന്നതെന്നാണ് പറഞ്ഞത് അല്ലേ. പക്ഷേ ഒരു ഫ്രൈറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ചരക്ക് കമ്പനി അല്ലേ. ആ ചരക്ക് കമ്പനി എന്ത് തീരുമാനിച്ചു, ഈ ലെറ്റേഴ്സിന്റെ മൂവ്മെന്റ് ഒന്നും കൂടി സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ടില്ല, ഒന്നും കൂടി സ്പീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് 80 ആൾക്കാരെ എന്ത് ചെയ്തു, ജോലിക്കെടുത്തു. അവര് എന്തായിരുന്നു, കമ്പനിക്കാരെ 80 ആൾക്കാരെ ജോലിക്കെടുത്തില്ലേ. കാര്യം എന്താണ്, കൂടുതൽ ആളുകളെ ജോലിക്കെടുത്താൽ എന്ത് ചെയ്യും, കുതിരപ്പുറത്ത് കൂടുതൽ കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാമെന്നായിരുന്നു അവരുടെ ലക്ഷ്യം. 1816 the Pony Express was formed. അങ്ങനെ 1860 പോണി എക്സ്പ്രസ് ഫോം ചെയ്തു അല്ലേ. The riders for the Pony Express were chosen for their light weight as well as their riding. കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നതിനെയാണ് നമ്മൾ പോണി എക്സ്പ്രസ് എന്ന് പറയുന്നത്, അല്ലാതെ അതൊരു വെഹിക്കിൾസ് ഒന്നും അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുതിരപ്പുറത്ത് കയറുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യാൻ പല ക്രൈറ്റീരിയകൾ ഉണ്ടായിരുന്നു അല്ലേ. ആദ്യത്തെ ക്രൈറ്റീരിയ എന്തായിരുന്നു, അവര് ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈറ്റ് വെയിറ്റ്? അവര് തടിയില്ലാത്ത ആളുകളായിരിക്കണം, എന്നാൽ മാത്രമേ കുതിരയ്ക്ക് അവരെ വലിയ ദൂരത്തിൽ കൊണ്ടുപോകാൻ പറ്റൂ എന്നാണ് പറയണത്. ആസ് വെൽ ആസ് എ റൈഡിങ് എബിലിറ്റി, അതുപോലെ തന്നെ കുതിര ഓടിക്കാനുള്ള എബിലിറ്റി അനുസരിച്ചിട്ടാണ് അവര് ആളുകളെ സെലക്ട് ചെയ്യുന്നത് എന്നാണ് പറയണത്. Most of them were young boys. The route they undertook was a rugged one. It went from St. Joseph, Missouri to Sacramento, California, a distance of over 1,800 miles. Each rider rode a total of 75 miles, changing ponies at different stations. Most of them were young boys. അതിൽ കൂടുതലും ചെറുപ്പക്കാരായിരുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അവരുടെ റൂട്ട് എന്ന് പറയുന്നത് വളരെയധികം ഭയങ്കര പരുക്കനായിരുന്നു അല്ലേ. അതായത് അവർക്ക് വളരെ ദൂരം സഞ്ചരിക്കേണ്ടി വന്നിരുന്നു എന്നാണ് പറയണത്. ഇറ്റ് വെന്റ് ഫ്രം സെന്റ് ജോസഫ് മിസോറി ടു സ്ക്രാമെറ്റോ, കാലിഫോർണിയ. അതുപോലെ തന്നെ മിസോറി തൊട്ട് സ്ക്രാമെന്റോ വരെ അവർക്ക് ഏതാണ്ട് 1800 മൈൽസ് കവർ ചെയ്യേണ്ടി വന്നിരുന്നു അല്ലേ. ഓരോ റൈഡേഴ്സും ഏകദേശം ഒരു ദിവസം 75 മൈലോളം സഞ്ചരിച്ചിരുന്നു അല്ലേ. അതുപോലെ തന്നെ അവർ എന്താ ചെയ്തത്, ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോഴും അവരുടെ കുതിരകളെ മാറ്റിക്കൊണ്ടേ ഇരുന്നിരുന്നു അല്ലേ. ഒരു സ്റ്റേഷൻ എത്തുമ്പോൾ എന്ത് ചെയ്യും, അവർ കുതിരകളെ തമ്മിൽ ചേഞ്ച് ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. Mail was carried in 4 leather boxes which were attached to a special saddle blanket thrown over the saddle. The changing of ponies was done in 2 minutes. ഇവിടെ മെയിൽ എന്ന് പറഞ്ഞാല് കത്തുകളാണ് അല്ലേ. 4 ലെതർ ബോക്സിൽ, അതായത് തുകലിന്റെ പെട്ടികളിലാണ് അവര് കൊണ്ടുപോയിരുന്നത്. സാൻഡിൽ ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുതിരയുടെ മുകളിൽ കയറുന്നതിന് മുമ്പായിട്ട് ഒരു കവറിങ് പോലെയുള്ളൊരു കവർ ഉണ്ടാകും അല്ലേ, അതിനെയാണ് നമ്മൾ സാൻഡിൽ ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത്. ആ സ്പെഷ്യൽ ആയിട്ടുള്ള സാൻഡിൽ ബ്ലാങ്കറ്റിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിൽ 2 സൈഡിലായിട്ട് ഈ മെയിൽസിലെ ഈ കത്തുകളൊക്കെ കൊണ്ടുപോയിരുന്നത്. അങ്ങനെ ഈ 4 ലെതർ ബോക്സ് ആണ് കുതിരപ്പുറത്ത് അവര് കൊണ്ടുപോയിരുന്നത് എന്നാണ് പറയുന്നത്. The changing of points was done in 2 minutes.
എന്നിട്ട് എന്ത് ചെയ്യും, ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോഴും ഈ പോണീസ് മാറ്റും അവര്. അത് വെറും 2 മിനിറ്റിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ജസ്റ്റ് ചേഞ്ച് ചെയ്യല്ലേ. ഈ ലെറ്റേഴ്സ് പണ്ട് കാലത്തൊക്കെ കൊണ്ടുപോകുന്നത് അത്രക്കും റിസ്ക് ഉള്ളതായിട്ടുള്ളൊരു കാര്യമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ സാൻഡിൽ ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ പിക്ചറിൽ നോക്കിയേ, ഈ ഒരു കുതിരന്റെ 2 സൈഡിലും കണ്ടോ ചരക്ക് പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. അതുപോലെയായിരുന്നു എന്ത്, പണ്ട് കാലത്തൊക്കെ അവര് ലെറ്റേഴ്സ് കൊണ്ടുപോയിരുന്നത് എന്നാണ് പറയണത്. Speed was a bonus because it cut the average delivery time from several weeks about 10 days. The fastest trip was made in 7 days and 70 hours. This record was set by the rider carrying President Abraham Lincoln's first message to the US Congress. 80ഓളം ആളുകളെ ഫ്രൈറ്റ് കമ്പനി ജോലിക്കെടുത്തില്ല. കാര്യം എന്താണ്, ലെറ്റേഴ്സ് ഒക്കെ സ്പീഡായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവരെ ജോലിക്കെടുത്തത് അല്ലേ. അതുപോലെ തന്നെ പോണി എക്സ്പ്രസ് എന്ന് പറയുന്നത് ഒരു ബോണസ് പോലെയാണ്. കാര്യം എന്താണ്, ഈ സ്പീഡ് കൂടിയത് കാരണം എന്താണ്, ആവറേജ് ഡെലിവറി ടൈം എന്ന് പറയുന്നത് പല ആഴ്ചകളെടുത്ത് ഏകദേശം 10 ദിവസത്തിനുള്ളിലാണ് ഈ കത്തുകളൊക്കെ ആളുകളുടെ കയ്യിലെത്താൻ തുടങ്ങുന്നത്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും വേഗതയേറിയ ട്രിപ്പ് എന്ന് പറയുന്നത് എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്ത സമയം, 7 ദിവസവും 17 മണിക്കൂറും കൊണ്ടാണ് അല്ലേ. ആ റെക്കോർഡ് സെറ്റ് ചെയ്തത് എപ്പോഴാണ്, ആർക്കെങ്കിലും അറിയോ? അത് US കോൺഗ്രസിലേക്ക് പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെ ആദ്യത്തെ ലെറ്റർ എത്തിച്ചിട്ടാണ് ആ റെക്കോർഡ് സെറ്റ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പൊ അത്രയ്ക്കും സമയം എടുത്തിട്ടാണ് അദ്ദേഹത്തിന് ആ ലെറ്റർ സെൻഡ് ചെയ്തത് എന്നാണ് പറയുന്നത്. Poor riders had to ride through unknown terrains. Some route exposed them to attack from Red Indians and led them through dangerous territories. Newspaper advertisement for riders listed one important requirements often preferred. Though exciting, the Pony Express was a short-lived experiment. It lasted for only 9 months. By then, there was a telegraph line from coast to coast. This was definitely a faster way of sending messages, but the invention of the radio brought in a great revolutionary change in the field of communication. The poor riders had to ride through unknown terrains. എന്താണ് പറയണത്, അവർക്ക് തീരെ അറിവില്ലാത്ത ഭൂപ്രദേശങ്ങളിലൂടെയൊക്കെയാണ് ഈ റൈഡേഴ്സിന് പോകേണ്ടി വന്നിരുന്നത് എന്നാണ് പറയണത്. Some route exposed them to attack from Red Indians and led them through dangerous territories. അതുപോലെ തന്നെ ചില സ്ഥലത്ത് റെഡ് ഇന്ത്യൻസിന്റെ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലേ. വാട്ട് യു മീൻ ബൈ റെഡ് ഇന്ത്യൻസ്? അതായത് അമേരിക്കൻ ആദിവാസികളിലെ ഒരു ഗ്രൂപ്പിനെയൊക്കെ പറയണതാണ് റെഡ് ഇന്ത്യൻസിലെ. അവരുടെയൊക്കെ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള, അതായത് പതിയെ ഇരിക്കുന്ന പല ഭാഗത്തും കൂടി അവർക്ക് യാത്ര ചെയ്ത് പോകേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. Newspaper advertisement for riders listed one important requirements often preferred. അതായത് ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റിലെ കാര്യം എന്താ വെച്ചാൽ, റൈഡേഴ്സിന് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെന്റ് ഒക്കെ നമ്മൾ കൊടുക്കുമല്ലോ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ. അതിൽ ഫസ്റ്റ് ആയിട്ട് റിക്വയർമെന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആർക്ക് വേണ്ടിയിട്ടാണ്? ഓർഫൻ പ്രിഫേർഡ് ആണ് അല്ലേ. ആരുമില്ലാത്ത അനാഥർക്കൊക്കെ വേണ്ടിയിട്ടാണ്, റൈഡേഴ്സിന് വേണ്ടിയിട്ടാണ് പ്രിഫർ ചെയ്തിട്ടുള്ളത്. കാരണം എന്താണ്, ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കൂടുതലായതുകൊണ്ടാണ് അവർക്ക് ഫസ്റ്റ് പ്രിഫർ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയണത്. Though exciting, the Pony Express was a short-lived experiment. It lasted for only 90 months. By then, there was a telegraph line from coast to coast. എന്താണ് പറയണത്, എക്സൈറ്റ് ആണെങ്കിലും ഈ പോണി എക്സ്പ്രസ് പറയണത് അധിക കാലത്തേക്കൊന്നും നിലനിന്നിരുന്നില്ല. കാരണം എന്താണ്, അത് 19 മാസം മാത്രമേ നിലനിന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ടെലഗ്രാഫ് ലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു തുടങ്ങിയില്ലേ. എല്ലാ ഭാഗങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ടെലഗ്രാഫ് ലൈൻ കൊണ്ടുവന്നത് കൊണ്ട് അതൊക്കെ നിർത്തലാക്കി എന്നാണ് പറയണത്. This was definitely a faster way of sending messages. കുതിരപ്പുറത്ത് കത്തുകളൊക്കെ കൊണ്ടുവരുന്നതിനേക്കാളും ഒക്കെ വളരെ വേഗത്തിൽ ഈ ടെലഗ്രാഫിലേക്ക്
കാര്യങ്ങളൊക്കെ എന്താണ് മെസ്സേജുകളൊക്കെ ഇങ്ങനെ എത്തിത്തുടങ്ങി എന്നാണ് പറയണത്. കാര്യം എന്താണ്, ടെലഗ്രാഫ് വന്നതോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും സ്പീഡാവാൻ തുടങ്ങി അല്ലെ, വേഗത്തിൽ നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ തുടങ്ങി. But the invention of the radio brought in a great revolutionary change in the field of communication. അതുപോലെ തന്നെ എന്താ പറയണത്, പക്ഷേ അതിനേക്കാളും ഒക്കെ ഉപരി റേഡിയോ കണ്ടുപിടിച്ചതോട് കൂടിയിട്ട് റെവല്യൂഷണറി ചേഞ്ചിൽ നിന്ന് തന്നെ നമുക്ക് മാറ്റം വന്നെന്ന് പറയാം അല്ലെ. കാരണം എന്താണ്, ആകപ്പാടെ ചേഞ്ച് ആയി. കാര്യം എന്താണ്, റേഡിയോ കണ്ടുപിടിച്ചതോട് കൂടി എല്ലാ കാര്യത്തിലും ഒരു നീക്കുപോക്കം ഉണ്ടായി എന്നാണ് പറയണത്. പക്ഷെ അതിനേക്കാളുമൊക്കെ ഉപരി റേഡിയോ കണ്ടുപിടിച്ചതോടെ റവല്യൂഷണറി ചേഞ്ചിൽ നിന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അകപ്പാടെ ഒരു ചേഞ്ച്, ഒരു മാറ്റം കൊണ്ടുവന്നത് ഈ റേഡിയോ കണ്ടുപിടിച്ചതിലൂടെയാണ് എന്നാണ് പറയണത്. ഇതാണ് ദ സ്റ്റോറി ഓഫ് മെസ്സേജ്. നെക്സ്റ്റ് പറയുന്നത് ദ റേഡിയോ. The radio is just over 100 years old. It was Marconi who invented an instrument to send the wireless messages. He sent the first radio message in 1895. This marked the birth of the radio. ഇവിടെ എന്താണ് പറയുന്നത്, ഏകദേശം ഒരു 100 കൊല്ലത്തേക്കാൾ കുറച്ചും കൂടി കൂടുതലുള്ളൂ ഈ റേഡിയോ ഇൻവെന്റ് ചെയ്തത് അല്ലേ. ഇൻവെന്റ് ചെയ്ത വർഷം എന്ന് പറയുന്നത്, അതായത് ഒരു 100 വർഷത്തിന് പഴക്കം മാത്രമേ റേഡിയോക്കുള്ളൂ അല്ലേ. അത് ഇൻവെന്റ് ചെയ്തത് നമ്മുടെ മർക്കോണിയാണ്. അദ്ദേഹം വയർലെസ് മെസ്സേജ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റേഡിയോ കണ്ടുപിടിച്ചിട്ടുള്ളത് അല്ലേ. ഏറ്റവും ആദ്യത്തെ റേഡിയോ മെസ്സേജ് സെൻഡ് ചെയ്തത് 1895 അത് റേഡിയോയുടെ ബർത്ത്, അതായത് റേഡിയോയുടെ ജനനത്തിന് കാരണമായി എന്നാണ് പറയുന്നത്. It was in fact developed from the telegraph, which was invented by Cook and Wheatstone in 1835. Later it was perfected by Morse. The word telegraph is derived from the two Greek words telos, which means distance, and grapho, which means to write. Was in fact developed from the telegraph. ഇത് ശരിക്കും ഡെവലപ്പ് ചെയ്തത് എന്തിൽ നിന്നാണ്, ടെലഗ്രാഫിൽ നിന്നാണ് അല്ലേ. ടെലഗ്രാഫ് ഇൻവെന്റ് ചെയ്തത് ആരൊക്കെ കൂടിയിട്ടാണ്, നമ്മുടെ കുക്കും വീസ്റ്റോണും കൂടിയിട്ട് 1835 ടെലഗ്രാഫ് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. അത് പെർഫെക്റ്റ് ആയി ചെയ്തത്, അതിലെ എല്ലാ പിഴവുകളൊക്കെ റെഡിയാക്കി പരിഹരിച്ചത് നമ്മുടെ മോസ് ആണ് അല്ലേ. ടെലഗ്രാഫ് എന്ന വേർഡ് 2 ഗ്രീക്ക് വേർഡുകൾ തമ്മിൽ കൂടി ചേർന്നതാണ്. ടെലോസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് അല്ലേ, അകലം. ഗ്രാഫോ എന്ന് പറഞ്ഞാൽ റൈറ്റ്, അതായത് അകലത്തിരിക്കുന്നവർക്കുള്ള എഴുത്ത് എന്ന രീതിയിലാണ് ടെലഗ്രാഫ് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. The invention of the telephone by Alexander Graham Bell in the year of 1876 was another revolutionary step in the field of communication. ടെലഫോൺ ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്, അതായത് ടെലഫോൺ കണ്ടുപിടിച്ചിട്ടുള്ളത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണ് അല്ലെ. അദ്ദേഹം 1876 അതും ഒരു വലിയ മാറ്റം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഫീൽഡ്. It became more popular because the person at the other end could hear the speaker's voice. അപ്പോൾ അതായത് എന്താ പറയണത്, ടെലഗ്രാഫിനേക്കാളും കൂടുതലായിട്ട് പോപ്പുലർ ആയത് നമ്മുടെ ടെലഫോൺ ആണ്. കാര്യം എന്താണ്, നമ്മൾ ആരോടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ ശബ്ദം നമുക്ക് നേരിട്ട് കേൾക്കാനുള്ളൊരു സാങ്കേതിക വിദ്യ വളർത്തിയെടുത്തതാണ് നമ്മുടെ അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന് പറയാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ചെയ്യാം.